ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നതിലെ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ നമ്മൾ വെക്റ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഈ വെക്റ്റേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് നമുക്കപ്പോൾ ഈ ക്ലാസ്സിലൂടെ അത് നോക്കാം. അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്. അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. വെക്ടറുകളെ എങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരേ ഡയറക്ഷനിലുള്ള രണ്ട് വെക്റ്റേഴ്സ് ആണെന്ന് കരുതുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു വെക്റ്റർ എ എന്ന് വിളിച്ചു. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണെന്ന് കരുതുക. മറ്റൊരു വെക്റ്റർ ബി എന്ന് വിളിച്ചു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണെന്ന് കരുതുക. രണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്? സെയിം ഡയറക്ഷൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. ഡയറക്ഷൻ എന്ത് തന്നെ വരും? ആ സെയിം ഡയറക്ഷൻ തന്നെ കൊടുക്കുന്നു. അതായത് 5 3 8. മാഗ്നിറ്റ്യൂഡ് 8 ആണ്. അതായത് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ജസ്റ്റ് വെക്റ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ആ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എന്താണോ അത് തന്നെ കൊടുക്കുക. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത് വെക്റ്റർ എ മാഗ്നിറ്റ്യൂഡ് 5 പ്ലസ് വെക്റ്റർ ബി മാഗ്നിറ്റ്യൂഡ് 3. അപ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ ചെയ്യുന്നത് രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർത്ത് കൊടുക്കുന്നു, വലുതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുന്നു. അതായത് നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണോ അഡീഷൻ നടക്കുന്നത് അതുപോലെ തന്നെയാണ് വെക്റ്റേഴ്സിൻ്റെ കേസിൽ നോക്കുന്നത്. സോ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? 2 എന്ന് കിട്ടി. 2. ഇനി വലുതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റിലേക്കാണ്. സോ ഇതിൻ്റെ ഡയറക്ഷനും റൈറ്റിലേക്ക് തന്നെ. എ പ്ലസ് ബി, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. അതായത് സെയിം ഡയറക്ഷനാണ്, ജസ്റ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് ആ ഡയറക്ഷൻ ഇട്ട് കൊടുക്കുക. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് വലുതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി തിരിച്ച് മറ്റൊരു കേസ് നോക്കുവാണ്. ഇൻക്ലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ, വെക്റ്റേഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടാണെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യും എന്നാണ് നോക്കുന്നത്. ഇൻക്ലൈൻഡ് ആണെങ്കിൽ 2 കേസുകൾ പറയുന്നുണ്ട്. ഒന്ന് ട്രയാങ്കിൾ ലോയും ഒന്ന് പാരലോഗ്രാം ലോയുമാണ്. അപ്പോൾ ട്രയാങ്കിൾ ലോ നമുക്ക് ആദ്യം നോക്കാം. ഒരു വെക്റ്റർ, അതിനെ നമ്മൾ വെക്റ്റർ പി എന്ന് വിളിച്ചു. മറ്റൊരു വെക്റ്റർ അതിനെ ക്യൂ എന്ന് വിളിച്ചെന്ന് കരുതുക. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് പി എന്ന് പറയുന്ന വെക്റ്ററിനെ അങ്ങനെ തന്നെ എഴുതി, വെക്റ്റർ പി. ഇനി ക്യൂവിന് തന്നെ പാരലായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ട് വരുന്നു. അതായത് ഇതാണിപ്പോൾ നമ്മുടെ വെക്റ്ററെങ്കിൽ ആ വെക്റ്ററിനെ ഇങ്ങനെ നീക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അതായത് ഈ വെക്റ്റർ പിയുടെ ടിപ്പിൽ ക്യൂവിൻ്റെ ടെയിൽ വരുന്നത് പോലെ വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ 2 വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഒരുപോലെ ആയില്ലേ? ഒരുപോലെ ആയെന്നല്ല, ആ ഒരു സെയിം ഇതിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ 2 വെക്റ്ററുകൾ ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന 2 വെക്റ്ററിനെ ആഡ് ചെയ്യാൻ നേരത്ത് ട്രയാങ്കിൾ ലോയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വെക്റ്ററിൻ്റെ ടിപ്പും മറ്റേതിൻ്റെ ടെയിലും ഒന്നിച്ച് വരുന്ന രീതിയിൽ വയ്ക്കുക. അപ്പോൾ ഇത് ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് പോലെ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ മൂന്നാമത്തെ സൈഡിനോട് ഈക്വൽ ആയിരിക്കും, പക്ഷേ റിവേഴ്സ് ഡയറക്ഷനാണ്, ഇങ്ങോട്ട് വന്നു. ഇതാണ് പി പ്ലസ് ക്യൂ, വെക്റ്റർ പി പ്ലസ് വെക്റ്റർ ക്യൂ. അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് 2 വെക്ടറുകൾ കിടക്കുവാണെങ്കിൽ അതിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം. ട്രയാങ്കിൾ ലോ അനുസരിച്ചാണെങ്കിൽ ഒരു വെക്ടറിൻ്റെ ടിപ്പും മറ്റതിൻ്റെ ടെയിലും വരിക. അത് ആ 2 വെക്ടറുകൾ ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരുമ്പോഴത്തേനും അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനോട് ഈക്വൽ ആയിരിക്കും, എന്നാൽ റിവേഴ്സ് ഡയറക്ഷനാണ്. ഇനി അടുത്തത് പാരലോഗ്രാം ലോ. അതും ഏത് കേസിൽ തന്നെ അപ്ലൈ ചെയ്യും? ഇൻക്ലൈൻഡ് ആയിട്ട് വെക്റ്റേഴ്സ് കിടക്കുന്ന കേസിൽ തന്നെയാണ് പാരലോഗ്രാം ലോയും അപ്ലൈ ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇവിടെ നമ്മളൊരു വെക്റ്റർ എടുത്തു, വെക്റ്റർ പി, ഇവിടെ ഒരു വെക്റ്റർ ക്യൂ, ഇങ്ങനെയാണെന്ന് കരുതുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് വെക്റ്ററുകളെ ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡുകളായിട്ട് എടുക്കുന്നു. അതായത് ഇത് വെക്റ്റർ പി, ഇത് വെക്റ്റർ ക്യൂ, ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, രണ്ടിൻ്റെയും ടെയിലുകളാണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ് വെക്റ്റർ പി. വെക്റ്റർ പിയെ അതിന് തന്നെ പാരലാക്കിക്കൊണ്ട് മുകളിലേക്ക് നീക്കി ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? ഇങ്ങനെ വന്നില്ലേ? ഇതാണ് ഈ സെയിം ലെങ്തിൽ കേട്ടോ. വെക്റ്റർ പി ഇങ്ങനെ വന്നു. ഇനി ഈ ക്യൂവിനെ അതിന് തന്നെ പാരലാക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ എന്ത് വരും? ഇങ്ങോട്ട് വന്നു. ഇതാണ് വെക്റ്റർ ക്യൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു പാരലോഗ്രാം ആയിട്ട് മാറി. ഈ പിയുടെയും ക്യൂവിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണലിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആർ എന്ന് വിളിച്ചു. റിസൾട്ടൻ്റ് വെക്റ്റർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഇനി ഈ പിക്കും ക്യൂവിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞാൽ മാത്രം പോരാ. ഡയഗണലിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഡയഗണൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നും കൂടി നോക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ബാക്കി നോക്കുന്നത്. അപ്പം ഈ രണ്ട് പിക്കും ക്യൂവിനും ഇടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് വിളിച്ചു. പിക്കും റിസൾട്ടൻറ്റിനും ഇടയ്ക്കുള്ള ആംഗിളിനെ ആൽഫ എന്നും കൊടുത്തു. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഈ പിയെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. എന്നിട്ട് ഈ പിയിൽ നിന്നും ഇതിനിങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. മനസ്സിലായോ? ഈ പോയിൻറ്റിനെ നമുക്ക് O എന്ന് വിളിക്കാം. ഇതിനെ എ എന്ന് കൊടുത്തു, ഇതിനെ ബി എന്ന് കൊടുത്തു, സി എന്ന് കൊടുത്തു, ഡി എന്ന് കൊടുത്തു. അപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് പാരലൽ ലൈൻസിനെ ഈ രണ്ട് പാരലൽ ലൈൻസിന് OA CB എന്ന രണ്ട് പാരലൽ ലൈൻസിനെ ഈ ലൈൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. സോ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും തീറ്റ. ഇനി നമുക്ക് ഈ റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. റിസൾട്ടൻ്റ് എന്താണ്? റിസൾട്ടൻ്റ് വെക്റ്റർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ആണ്. വെക്റ്റർ പി പ്ലസ് വെക്റ്റർ ക്യൂ ആണ്. ഇനി നമ്മൾ ഇതിൽ നിന്നും ട്രയാങ്കിൾ OBD എടുക്കുന്നു. ട്രയാങ്കിൾ OBD കൺസിഡർ ചെയ്യുന്നു. OBD എന്ന് പറയുമ്പോൾ ഏത് വരും? OBD എടുത്തു. അതിൽ നിന്നും റിസൾട്ടൻ്റ് എന്തെന്ന് എഴുതാൻ പറ്റും? R ഈസ് ഈക്വൽ ടു, ജസ്റ്റ് R എന്ന് മാത്രം മതിയോ? R² ഈസ് ഈക്വൽ ടു, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുവാണ്. എന്ത് വരും? OD² പ്ലസ് എന്ത് വരും? ഇതാണ് BD². പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഈ OD² BD² കണ്ടുപിടിക്കുവാണ് ചെയ്യേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനുവേണ്ടിയാണ് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തേക്കുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ നമ്മൾ ആദ്യം ഇതിനകത്ത് സൈൻ തീറ്റ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആംഗിളിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്താണ് വരുന്നത്? BD എന്ന് വന്നു. BD ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താ? 90യുടെ ഓപ്പോസിറ്റ് ആണ് BC എന്ന് എഴുതി. ഇനി ഇവിടെ BDയുടെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് എന്ത് എഴുതാം? ഇനി അന്ന് BD ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? BC സൈൻ തീറ്റ എന്ന് കിട്ടി. BC സൈൻ തീറ്റ എന്ന് വന്നു. ഇനി BCയുടെ സ്ഥാനത്ത് എന്തെഴുതാം? BC എന്തായിരുന്നു? ഇതാ നോക്കുക, BC എന്ന് പറയുന്നത് Q ആണ്. സോ BCയുടെ സ്ഥാനത്ത് Q എന്ന് കൊടുത്തു. വെക്റ്റർ Q സൈൻ തീറ്റ എന്ന് കിട്ടി. അതാണ് BDയുടെ ഇക്വേഷൻ. ഇനി കോസ് തീറ്റ എടുക്കുന്നു. കോസ് തീറ്റ എന്താ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ആംഗിളിൻ്റെ അഡ്ജസൻറ്റ്. അപ്പോൾ ഏത് വരും? ഇത് വരും. CD ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? 90ക്ക് ഓപ്പോസിറ്റ് BC. സോ CD എന്താണ്? CD ഈസ് ഈക്വൽ ടു
ബി സി കോസ് തീറ്റ. ബി സി എന്താണെന്നാണ് പറഞ്ഞത്? ബി സി എന്ന് പറഞ്ഞ് ക്യൂ ആണെന്ന് പറഞ്ഞു. സോ വെക്റ്റർ ക്യൂ കോസ് തീറ്റ എന്ന് കിട്ടി. ഇത് സി ഡി ആണ് അല്ലേ? പക്ഷെ നമ്മുടെ ഇക്വേഷനകത്ത് സി ഡി ആണോ കിടക്കുന്നത്? അല്ല, ഒ ഡി ആണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഒ ഡി കണ്ടുപിടിക്കണം. ഒ ഡി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ഒ ഡി ഈസ് ഈക്വൽ ടു, ഒ ഡി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളമാണ്. അതിൽ ഒ സി എന്ന് പറഞ്ഞ പി ആണെന്ന് നമുക്കറിയാം. പിയുടെ കൂടെ എന്തുകൂടെ കൂട്ടിയാൽ മതി? സി ഡിയും കൂടെ കൂട്ടിയാൽ മതി. അത് ഒ സി പ്ലസ് സി ഡി ആണ് ഒ ഡി എന്ന് പറയുന്നത്. ഒ ഡി ഈസ് ഈക്വൽ ടു ഒ സി പ്ലസ് സി ഡി. ഇനി ഒ സിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഒ സി ഈസ് വെക്റ്റർ പി. സോ ഇവിടെ നമ്മൾ വെക്റ്റർ പി എന്ന് കൊടുത്തു. പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു കിട്ടിയിട്ടുണ്ട് വെക്റ്റർ ക്യൂ കോസ് തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ആയി, ബി ഡി ആയി, ഒ ഡി ആയി. അത് രണ്ടും എടുത്ത് ഈ ഇക്വേഷനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒ ഡിയുടെ സ്ഥാനത്ത് എന്ത് വരും? ഒ ഡി ഈസ് ഈക്വൽ ടു വെക്റ്റർ പി പ്ലസ് വെക്റ്റർ ക്യൂ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി ഡി ഈസ് വെക്റ്റർ ക്യൂ സൈൻ തീറ്റ സ്ക്വയർ. എന്ത് വരും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇതെന്താണ്? ക്യൂ സൈൻ തീറ്റയെ സ്ക്വയർ ചെയ്യുക. ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി എന്തെഴുതാം? ദാ ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കേ. ഇതിനകത്ത് നമുക്ക് ക്യൂ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? വെക്റ്റർ പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ വെക്റ്റർ ക്യൂ സ്ക്വയർ കോമൺ എടുത്തു. അപ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വന്നു. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. സോ നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ സ്ക്വയറിനുള്ള ഇക്വേഷൻ കിട്ടി. വെക്റ്റർ പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. അങ്ങനെയാണ് റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? റിസൾട്ടൻറ്റ് വെക്റ്റർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വെക്റ്റർ പി സ്ക്വയർ ഇൻറ്റു 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. റിസൾട്ടൻറ്റിനുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഓക്കെയായി. ഇനി നമുക്ക് അടുത്ത എന്താ നോക്കേണ്ടത്? ഇത് എന്തുമാത്രം ചെരിഞ്ഞാണ് കിടക്കുന്നത് നോക്കണം. അതായത് റിസൾട്ടൻറ്റ് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആൽഫയുടെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. സോ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടാൻ ആൽഫ എടുക്കുന്നു. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വരും? ആൽഫ ഇതാണ്. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ ഏത് ട്രയാങ്കിൾ എടുക്കേണ്ടത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എടുക്കേണ്ടത്. സോ ഒ ബി ഡിക്കകത്തുനിന്ന് ടാൻ ആൽഫ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ആൽഫയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ബി ഡി വരും. ബി ഡി ബൈ അഡ്ജസ്റ്റൻ്റ് ഏതാണ്? ഒ ഡി ആണ്. ഒ ഡി ഈസ് ഈക്വൽ ടു ബി ഡിയുടെ വാല്യൂ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ക്യൂ ബാർ സൈൻ തീറ്റ, വെക്റ്റർ ക്യൂ സൈൻ തീറ്റയാണ്, ബൈ ഒ ഡി എന്താണ്? വെക്റ്റർ പി പ്ലസ് വെക്റ്റർ ക്യൂ കോസ് തീറ്റ എന്ന് കിട്ടി. അതിൽ നിന്നും ആൽഫ എന്തെന്ന് എഴുതാം? ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. അപ്പോൾ ആൽഫയ്ക്കുള്ള ഇക്വേഷനും കിട്ടി.